ഹായ് കൂട്ടുകാരെ, ഋതു ബേബീസ് വേൾഡിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഋതു ബേബിയുടെ കയ്യിലിരിക്കുന്ന ഈ ബോക്സ്, അതിനകത്ത് നമ്മൾ ഒരു ബുക്ക് ഓർഡർ ചെയ്തിട്ടാണ്. ബുക്കെന്ന് പറഞ്ഞാൽ ബുക്കിൻ്റെ ഒരു സെറ്റ്, അതായത് കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം, ചെറിയ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം ആവശ്യമായിട്ടുള്ള ഒരു ബുക്കിൻ്റെ ഒരു സെറ്റാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്ന് വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. തുറന്ന് നോക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോക്സ് പൊട്ടിക്കാൻ പോവുകയാണ്. നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ബുക്ക് വാങ്ങിച്ച് പഠിക്കണ്ടേ? അപ്പൊ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇതൊരു ചെറിയ ലൈബ്രറിയാണ്, അതായത് 10 ബുക്സോളം അടങ്ങുന്ന ഒരു ചെറിയ ലൈബ്രറി. ഇതിനകത്ത് ഉൾപ്പെടുന്ന ബുക്കിന്റെ കണ്ടന്റ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇത് കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒന്നാണ്. അപ്പൊ നമ്മുടെ ഋതുബേബിക്ക് ഏകദേശം 3 വയസ്സാവാറായിട്ടുണ്ട്. അപ്പൊ അവന് നോക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബുക്ക് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. ഋതുബേബിക്ക് തനിയെ തുറക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളിത് ഓരോന്നും ഓപ്പൺ ചെയ്യാൻ പോകാം. ഇത് ബാക്കിലോട്ട് ഇടണം. ഇതാണ് ബുക്സ്. അതും ആദ്യമേ തന്നെ പഠിത്തം തുടങ്ങി. ഇത് വെജിറ്റബിൾസിൻ്റെതാണ്. ഓരോ വെജിറ്റബിൾസിന്റെ പേരും അതിൻ്റെ പിക്ചറും ഒക്കെ ഉണ്ട്. ഭയങ്കര കളർഫുൾ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഉപകാരപ്പെടും. ഇത് നമ്പേഴ്സ് ആണ്. ഓരോ നമ്പേഴ്സും അത് കൗണ്ട് ചെയ്യാനുള്ളതുണ്ട്. ഇത് വൈൽഡ് അനിമൽസ്. ഓരോ അനിമൽസും അതിൻ്റെ പേരുണ്ട്. ഇത് ഫാം അനിമൽസ്, നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ, അതിൻ്റെ പേരുകളുണ്ട്. ഒരുപക്ഷെ എല്ലാവരും ഒക്കെ ഇത് വാങ്ങിച്ചിട്ടുള്ളതായിരിക്കാം, പക്ഷേ എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി അങ്ങനെ വാങ്ങിച്ചതാണ്. ഇത് കളേഴ്സാണ്. ഓരോ കളേഴ്സും അതുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സും ഉണ്ട്. ഇത് ABCD. ഇത് ഫ്രൂട്ട്സ്. ഓരോ ഫ്രൂട്ട്സും ഫ്രൂട്ട്സിന്റെ പേര്. ട്രാൻസ്പോർട്ട്. ഇതിനകത്ത് ഓരോ വാഹനങ്ങളും അതിന്റെ പേരുകളും ഒക്കെ ഉണ്ട്. ഇതിനകത്തുള്ള എല്ലാമൊന്നും കുട്ടികൾക്ക് അറിയത്തില്ല, എങ്കിലും അത്യാവശ്യം അവർക്ക് എപ്പോഴും കാണുന്നതെല്ലാം ഉണ്ട്. ഇത് ഷേപ്പുകളാണ്. ഓരോ ഷേപ്പുകൾ, അതിന്റെ പേര്. ഇത് ബേഡ്സും അതിന്റെ പേരുകളും. ഋതുവിന് ബുക്ക് ഇഷ്ടമായ? ഒരു ബുക്ക് എടുത്ത് പറഞ്ഞതാണ് അമ്മയ്ക്ക്. അപ്പൊ ഋതു സെലക്ട് ചെയ്ത ബുക്ക് ഫ്രൂട്ട്സ് ആണ്. ഋതു ഇത് പറയുമോ നമുക്ക് നോക്കാം. ഇതെന്തോന്നാണ്? പഴം. ഇത് ഓറഞ്ച്. ഇത് തണ്ണിമത്തൻ. ഇതറിയോ? പൈനാപ്പിൾ. നമുക്ക് വേറൊരു ബുക്ക് നോക്കാം.
ആനിമൽസ്. ഇതെന്താണ്? പൂച്ച. ഇത് പട്ടി. ഇത് പശു. പശു. ഇത് ആട്. ആട്. ഇത് മുട്ട കണ്ടു. ഷീപ്പ്. ചെമ്മരിയാട്. ഇതാ എന്താണ്? ആട്. കുതിര. കുതിര. ഗുഡ് ബോയ്. ഇതെന്തിനാണ്? ഇതാണ് തക്കാളി. തക്കാളി. ഇതാണ് മാങ്ങ. മാങ്ങയല്ല, ക്യാപ്സിക്കം. ഋതുവിന് നമുക്ക് കുറച്ച് പഠിപ്പിച്ചൊക്കെ എടുക്കാനുണ്ട്. ഇത് വേണം. ഋതുവിന് ബുക്കൊക്കെ ഇഷ്ടായാ? ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ? പഠിക്കൂ ഇതൊക്കെ? അപ്പൊ നമ്മുടെ ഋതു ബേബിക്ക് ബുക്കുകളെല്ലാം ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 10 ബുക്കുകൾ. ഇത് ഏകദേശം എല്ലാവർക്കും അല്ല, ഇത് കുട്ടികൾക്കൊക്കെ ഉപകാരപ്രദമാവുന്ന ഒരു ബുക്ക് തന്നെയാണ്. ഞാനിത് ഓർഡർ ചെയ്ത സമയത്ത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് 370 രൂപയായിരുന്നു. അപ്പം 370 രൂപയ്ക്ക് ഈ 10 ബുക്സ് ഇത്രയും കളർഫുള്ളായിട്ടൊക്കെ കിട്ടുന്നത് നമുക്ക് ലാഭമായിട്ട് തോന്നി. എന്തായാലും നമ്മുടെ ഋതു ബേബിക്ക് ഇതെല്ലാം ഇഷ്ടമായിട്ടുണ്ട്. ഇനി ഋതു കുട്ടനെ ഇതെല്ലാം പഠിപ്പിച്ചെടുക്കണം. ഇന്നത്തെ വീഡിയോ ഇട്ടായോ കൂട്ടാരെ? ഇഷ്ടമായോ? ചെയ്യണേ. ബൈ.